നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തീഷ്യ നൽകിയ യുവാവ് മരിച്ചു. കൊടകരയിൽ കാർ നിയന്ത്രണം വിട്ട് വിളക്കുകാലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷൻ റോഡിൽ മണ്ണിടിഞ്ഞ് കോൺഫറൻസ് ഗ്രൂപ്പിന്റെ സൈറ്റ് ഓഫീസ് നിലം പതിച്ചു. ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ലോറി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് ഇടിച്ചു കയറി. TK ചാത്തുണ്ണിയുടെ സ്മരണയിൽ ഫുട്ബോൾ പ്രേമികൾ ഒത്തുചേർന്നു. ചികിത്സാ പിഴവ് മൂലം പട്ടികജാതി യുവാവിന്റെ മരണം. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് BJP. ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിൽ അനധികൃതമായി നിർമ്മാണത്തിലിരിക്കുന്ന ഇൻസിനേറ്റർ പദ്ധതി ഉപേക്ഷിക്കണം. ജനകീയ സമരം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തീഷ്യ നൽകിയ യുവാവ് മരിച്ചു. കുറ്റിച്ചിറ വയലാത്ര വാവൽത്താൻ വീട്ടിൽ സിദ്ധാർത്ഥന്റെ മകൻ 34 വയസ്സുള്ള സിനീഷാണ് മരിച്ചത്. ഹെർണിയയ്ക്ക് ഓപ്പറേഷനു വേണ്ടിയാണ് വെള്ളിയാഴ്ച പകൽ 8-ന് അനസ്തീഷ്യ നൽകിയത്. തുടർന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയ സനീഷിന് ഹൃദയാഘാതമുണ്ടായി. ഗുരുതരാവസ്ഥയിലായ ഇയാളെ പകൽ 10-ഓടെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെ ചികിത്സയിലിരിക്കെ 11-ഓടെയാണ് മരണം സംഭവിച്ചത്. പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പൗർണമിയാണ് ഭാര്യ. ദേശീയപാത കൊടകരയിൽ ഗാന്ധി നഗറിന് സമീപം കാർ നിയന്ത്രണം വിട്ട് വിളക്കുകാലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12-ഓടെയാണ് അപകടം. കൊടകര മേൽപ്പാലം ഇറങ്ങി വന്ന കാർ നിയന്ത്രണം വിട്ട് ദേശീയപാതയോരത്തെ വിളക്കുകാലിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ വിളക്കുകാലിന്റെ അടിത്തറയടക്കം ഇളകി സർവീസ് റോഡിലേക്ക് വീണു. കാറിന്റെ ചക്രങ്ങൾ ഊരിത്തെറിച്ച നിലയിലാണ്. പരിക്കേറ്റവരെ ചാലക്കുടി, കൊടകര എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. മണ്ണിടിഞ്ഞ് സൈറ്റ് ഓഫീസ് നിലം പതിച്ചു. സൗത്ത് ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷൻ റോഡിൽ കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ഓഫീസാണ് മണ്ണിടിഞ്ഞ് 100ഓളം അടി താഴ്ചയിലേക്ക് പതിച്ചത്. ഓഫീസിലുണ്ടായിരുന്ന അക്കര വീട്ടിൽ 55 വയസ്സുള്ള ഷാജു അഗസ്റ്റിൻ, മകൻ 27 വയസ്സുള്ള അർണോൾഡ് അക്കര എന്നിവരെ പരിക്കുകളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച പകൽ 11-ഓടെയായിരുന്നു സംഭവം. നിർമ്മാണത്തിന്റെ ഭാഗമായി 95 സെന്റ് സ്ഥലത്ത് 100ഓളം അടി താഴ്ചയിൽ മണ്ണെടുത്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നാണ് സൈറ്റ് ഓഫീസ് നിർമ്മിച്ചത്. മണ്ണെടുത്ത സ്ഥലങ്ങൾ ബലപ്പെടുത്തുന്നതിനായി കോൺക്രീറ്റിംഗ് അടക്കമുള്ള പ്രവൃത്തികൾ നടത്താതിരുന്നതാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മാൾ നിർമ്മിക്കുന്നതിനായാണ് കോൺഫറൻസ് ഗ്രൂപ്പ് മണ്ണെടുത്തു മാറ്റി പ്രാഥമിക പ്രവൃത്തികൾ ആരംഭിച്ചത്. ഇതിനോട് ചേർന്നുള്ള മറ്റ് കെട്ടിടങ്ങളും റോഡും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് ഇതുവഴിയുള്ള വാഹന ഗതാഗതവും നിയന്ത്രിച്ചിട്ടുണ്ട്. ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ലോറി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് ഇടിച്ചു കയറി. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. ചാലക്കുടി ഭാഗത്തേക്ക് പോയിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിർമ്മാണ സാമഗ്രികൾക്ക് മുകളിലൂടെ കടന്നാണ് ലോറി ബേസ്മെന്റിലേക്ക് എത്തിയത്. സംഭവത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. ഈ സമയം സർവീസ് റോഡിലൂടെ പ്രഭാത സവാരി നടത്തുന്നവർ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. നിരവധി ഫുട്ബോൾ മേളകൾക്ക് സാക്ഷ്യം വഹിച്ച ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ മൈതാനിയിൽ TK ചാത്തുണ്ണിയുടെ സ്മരണയിൽ ഫുട്ബോൾ പ്രേമികൾ ഒത്തുചേർന്നു. TK ചാത്തുണ്ണിയുടെ 1-ാം ചരമവാർഷിക ദിനത്തിലാണ് പഴയകാല താരങ്ങൾ ഉൾപ്പെടെയുള്ള ഫുട്ബോൾ പ്രേമികൾ ഒത്തുചേർന്നത്. ചാലക്കുടി നഗരസഭയും പൗരാവലിയും സംയുക്തമായി സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു.
നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ അധ്യക്ഷത വഹിച്ചു. മികച്ച മലയാളി പരിശീലകനുള്ള പുരസ്കാരം വിക്ടർ മഞ്ഞിലയ്ക്കും ഫുട്ബോൾ പ്രവർത്തനത്തിന് ഇണ്ണുനീലി വായനശാല ഫുട്ബോൾ അക്കാദമിക്കും MLA സമ്മാനിച്ചു. മുൻ അന്തർദേശീയ താരങ്ങളായ MM ജേക്കബ്, CV പാപ്പച്ചൻ, മാർട്ടിൻ C മാത്യു, സോളി സേവ്യർ എന്നിവരും ഇന്ത്യൻ ഫുട്ബോൾ ടീമംഗമായ MM രാഹുൽ, കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് മീരാൻ, നഗരസഭ വൈസ് ചെയർപേഴ്സൺ C ശ്രീദേവി, കൌൺസിലർമാരായ CS സുരേഷ്, നിത പോൾ, ബിജു ചിറയത്ത്, MM അനിൽകുമാർ, സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ വർഗീസ് പാത്താടൻ, കാർമൽ സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ ജോസ് താണിക്കൽ, CV ഫ്രാൻസിസ്, CA മത്തായി, റഷീദ്, ഷൈജു ദാമോദരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സ്വർണലത ചാത്തുണ്ണിയും കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. നഗരസഭ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിലെയും വനിതകളുടെയും വെറ്ററൻസ് കളിക്കാരുടെയും പ്രദർശന മത്സരങ്ങളും നടന്നു. അനുസരിച്ചുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് 5 കോടി രൂപ നമ്മുടെ ബോയ്സ് സ്കൂളിന് ഗ്രൗണ്ടിന് വേണ്ടി അനുവദിച്ചത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് തുടങ്ങിവെച്ചത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിൽ അനധികൃതമായി നിർമ്മാണത്തിലിരിക്കുന്ന ഇൻസിനേറ്റർ പദ്ധതി ഉപേക്ഷിക്കണം. ജനകീയ സമരം സംഘടിപ്പിച്ചു. ജൈവമാലിന്യ പ്ലാന്റ് എന്ന പേരിൽ 25-ാം വാർഡിൽ നിർമ്മിച്ച് അതിന്റെ മറവിൽ അനധികൃതമായി ജനദ്രോഹപരമായ രീതിയിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന പ്ലാന്റിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക. നിരവധി പിഞ്ചുകുഞ്ഞുങ്ങൾ തങ്ങളുടെ വിദ്യാഭ്യാസ കാലം ആരംഭിക്കുന്ന 80-ാം നമ്പർ അംഗനവാടിക്ക് സമീപം കുഞ്ഞുങ്ങളുടെ ഭാവിക്കും ജീവനും ഭീഷണിയായി പ്രവർത്തിപ്പിക്കുന്ന ഗ്യാസ് ചേംബറിന്റെ പ്രവർത്തനങ്ങൾ ഉടൻ നിർത്തുക. പരിസ്ഥിതിക്ക് ഭീഷണിയായി കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് ജൈവ മാലിന്യങ്ങൾ പ്ലാന്റിൽ നിന്നും ഉടൻ നീക്കം ചെയ്യുക. കോട്ടപ്പുറം മാർക്കറ്റിൽ നിന്നും കൊണ്ടുവരുന്ന മാലിന്യങ്ങൾ പരിസരവാസികൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത വിധം ഉടൻ സംസ്കരിക്കുക. മലിനീകരണ ബോർഡിന്റെ അനുമതിയില്ലാതെയും പരിസരവാസികൾ അറിയാതെയും രഹസ്യമായി നിർമ്മിച്ച ഗ്യാസ് ചേംബറിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുക. മനുഷ്യജീവന് ഭീഷണി ഉയർത്തുന്ന പാഴ്വസ്തുക്കളായ പാഡുകൾ, നാപ്കിനുകൾ, ബെഡുകൾ എന്നിവ കത്തിക്കുന്ന ഇൻസിനേറ്റർ നിർമ്മിക്കാനുള്ള നഗരസഭയുടെ നീക്കം ഉപേക്ഷിക്കുക. വാർഡ് കൌൺസിലറുടെ പ്രതിഷേധം കണക്കിലെടുക്കാതെ ഇൻസിനേറ്റർ സ്ഥാപിക്കാൻ മുനിസിപ്പൽ അധികാരികൾ എടുത്ത തീരുമാനം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. കൌൺസിലർ VM ജോണി ഉദ്ഘാടനം ചെയ്തു. ജോൺസൺ വാളൂർ അധ്യക്ഷത വഹിച്ചു. E ജോസഫ്, പവിൻ വർഗീസ്, KO തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സമരത്തെ തുടർന്ന് നഗരസഭാ അധികൃതരും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. പക്ഷേ ഇവിടെ നിങ്ങൾ അറിയേണ്ട കാര്യം, ഈ പ്ലാന്റിൽ ഇത്രമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവരുന്ന ഈ പ്ലാന്റിലേക്ക് ഒരു അപകടമുണ്ടായാൽ ഒരു ഫയർ എഞ്ചിൻ വരുവാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. 5 വർഷമായി 4 വർഷത്തോളമായി നിരന്തരം നഗരസഭയിൽ പറയുന്നത് ആ മൂലയിലുള്ള സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് ഒരു ഫയർ എഞ്ചിൻ വരുവാനുള്ള സൗകര്യപ്പെടുത്തണമെന്ന്. ചികിത്സാ പിഴവ് മൂലം പട്ടികജാതി യുവാവിന്റെ മരണം. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് BJP. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആ കുടുംബത്തിന് സർക്കാർ സംരക്ഷണം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് BJP ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി. BJP ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് KA സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സജീവ് പള്ളത്ത് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിച്ചു. യോഗത്തിന് മണ്ഡലം ജനറൽ സെക്രട്ടറി ഗിരീഷ് കോടശ്ശേരി സ്വാഗതവും അമ്പാടി ഉണ്ണി നന്ദിയും പറഞ്ഞു. നേതാക്കളായ രാജേഷ് പിഷാരിക്കൽ, PT ജോസ്, നിഖിൽ TM, ഷാജു കൈതവളപ്പിൽ, ഉണ്ണികൃഷ്ണൻ, സുഗു പാപ്പാരി, KB വൃന്ദ, മധു, സനീഷ് PR, TV ഷാജി എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 195 രൂപ കൂടി ഗ്രാമിന് 9295 രൂപ, പവന് 74,360 രൂപ. ഇന്നത്തെ കാലാവസ്ഥ.
കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ അനസ്തീഷ്യ നൽകിയ യുവാവ് മരിച്ചു. കൊടകരയിൽ കാർ നിയന്ത്രണം വിട്ട് വിളക്കുകാലിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ പോലീസ് സ്റ്റേഷൻ റോഡിൽ മണ്ണിടിഞ്ഞ് കോൺഫറൻസ് ഗ്രൂപ്പിന്റെ സൈറ്റ് ഓഫീസ് നിലം പതിച്ചു. ദേശീയപാതയിലെ നെല്ലായി ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ലോറി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് ഇടിച്ചു കയറി. TK ചാത്തുണ്ണിയുടെ സ്മരണയിൽ ഫുട്ബോൾ പ്രേമികൾ ഒത്തുചേർന്നു. ചികിത്സാ പിഴവ് മൂലം പട്ടികജാതി യുവാവിന്റെ മരണം. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന് BJP. ജൈവമാലിന്യ സംസ്കരണ പ്ലാന്റിൽ അനധികൃതമായി നിർമ്മാണത്തിലിരിക്കുന്ന ഇൻസിനേറ്റർ പദ്ധതി ഉപേക്ഷിക്കണം. ജനകീയ സമരം സംഘടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ഇന്നത്തെ വാർത്തയുടെ പുനർസംപ്രേക്ഷണം രാത്രി 10:30-നും 11:30-നും, രാവിലെ 6:30, 7:30, 8:30, ഉച്ചയ്ക്ക് 12 മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോർ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.